ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഇന്നലെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സാധാ മെസ്സേജ് ആയിട്ട് ഫോണിൽ വന്നിട്ടില്ലെങ്കിൽ കൂടി പ്രൊഫൈലും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കൂട്ടോ. ഉള്ളവർക്ക് ഇന്നലെ ആയിരുന്നു ഹാൾ ടിക്കറ്റ് വരേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാം ഘട്ടം എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ട മേജർ ആയിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഇതിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മാർക്സാണ് അതിൽ നിന്നുള്ളത്. അതിൽ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാസാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങളാണ് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതൽ കേന്ദ്രീകരിച്ച് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതും അതുതന്നെയാണ് ഈ പറയുന്ന 10th പ്രിലിംസ് എന്താണ് ചോദിക്കാൻ ചാൻസ് ഉള്ള കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ വെറുതെയുള്ള ആൻസേഴ്സ് മാത്രമല്ല, നമ്മൾ റിലേറ്റഡ് ഫാക്ട്സും കൂടെ നോക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് എന്താണ് ഏതൊരു തരത്തിൽ അത് ആ ഒരു ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇത് മുൻപത്തെ ചോദ്യ പേപ്പറുകളിൽ അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതിൽ നിന്നും ഒക്കെ വെച്ചിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് നേരം നിങ്ങൾക്ക് കണ്ടിരിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് സ്പീഡ് കുറച്ചോ കൂട്ടിയോ കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ സൈഡ് സെറ്റിംഗ്സിൽ പ്ലേബാക്ക് സ്പീഡ് ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. തീർച്ചയായിട്ടും ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം. 2024 IPL ഓറഞ്ച് ക്യാപ്പ് നേടിയത് ആരാണ്? ഓപ്ഷൻസ്: സുനിൽ നരീൻ, വിരാട് കോഹ്ലി, മിച്ചൽ സ്റ്റാർക്ക്, ശ്രേയസ് അയ്യർ. വിരാട് കോഹ്ലിക്കാണ് ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ റൺസ് ലഭിച്ച ആൾക്കായിരിക്കും ഓറഞ്ച് ക്യാപ്പ് ലഭിക്കുക. വിരാട് കോഹ്ലി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന ടീമിന്റെ ഭാഗമായിരുന്നു. ഇനി നമുക്കറിയാം IPL 2024 കിരീടം ലഭിച്ചത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായിരുന്നു. ഓക്കെ, അവരുടെ മൂന്നാമത്തെ കിരീടമാണിത്. 2024, 2014, 2012 എന്നീ വർഷങ്ങളിലാണ് അവർക്ക് കിരീടം ലഭിച്ചത്. ഓക്കെ, ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആയിരുന്നു. സുനിൽ നരീനും ഈ ടീമിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിനാണ് ടൂർണമെന്റിലെ താരം എന്ന പൊസിഷൻ കിട്ടിയത്, അല്ലെങ്കിൽ എന്താ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്ന പൊസിഷൻ ലഭിച്ചത്. അതുപോലെ ഫൈനലിലെ താരം എന്നുള്ള ആ ഒരു ഇത് കിട്ടിയത് മിച്ചൽ സ്റ്റാർക്കിനായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. റണ്ണറപ്പ് ആരായിരുന്നു? സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയിരുന്നു റണ്ണറപ്പ്. ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ആയിരുന്നു. ഇത് ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ആയതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം: ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് 2024 ജേതാക്കൾ. ഇത് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗാണ്. ഓക്കെ, അതിൻ്റെ ജേതാക്കളെ നമ്മൾ നോക്കേണ്ടതുണ്ടല്ലോ. ആൻസർ: റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആയിരുന്നു. റണ്ണറപ്പ് ഡൽഹി ക്യാപിറ്റൽസ് ആയിരുന്നു. ഓക്കെ, തുടർച്ചയായ 2ാം തവണയാണ് ഡൽഹി ക്യാപിറ്റൽസ് റണ്ണറപ്പ് പൊസിഷനിൽ എത്തുന്നത്. മാത്രമല്ല ഈ പറയുന്ന 2024 ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിലെ മലയാളികളെ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ കേട്ടിട്ടുണ്ട് മിന്നു മണി അല്ലേ, ഡൽഹി ക്യാപിറ്റൽസിൽ ആയിരുന്നു അവർ. അതുപോലെ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിലെ ആ ഒരു ടീമിലായിരുന്നു ആശാ ശോഭന. അതുപോലെ മുംബൈ ഇന്ത്യൻസ് എന്ന ടീമിൻ്റെ ഭാഗമായിരുന്നു S സജ്ന. അടുത്ത ചോദ്യം: 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻസ്: സുഭാഷ് ചന്ദ്രൻ, ശ്രീകുമാരൻ തമ്പി, റഫീഖ് അഹമ്മദ്, സന്തോഷ് ഏച്ചിക്കാനം. റഫീഖ് അഹമ്മദ് ആണ് കേട്ടോ ഉത്തരം. അവാർഡിന്റെ സമ്മാനത്തുക 75,000 രൂപയാണ്. 2023 സുഭാഷ് ചന്ദ്രനും, ഓക്കെ, 2023 സുഭാഷ് ചന്ദ്രനും, 2020 ശ്രീകുമാരൻ തമ്പിക്കും, അതുപോലെ തന്നെ 2019 സന്തോഷ് ഏച്ചിക്കാനത്തിനുമാണ് ഈ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻസ്: ആര്യനാട്, പുല്ലമ്പാറ, കൊടുമൺ, കോങ്ങാട്. പുല്ലമ്പാറയാണ് കേട്ടോ ആൻസർ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താണ് പുല്ലമ്പാറ. അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ പ്രാധാന്യവും കൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കിയേക്കാം കേട്ടോ. ഇതിൽ പറഞ്ഞിട്ടുള്ള കൊടുമൺ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്താണ്. ഓക്കെ, പത്തനംതിട്ട ജില്ലയിലാണ് കൊടുമൺ എന്ന് പറയുന്ന പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്താണ് കൊടുമൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആര്യനാട് പഞ്ചായത്തിന്റെ എല്ലാ സേവനങ്ങളും പൊതുജനങ്ങളിൽ എത്തിക്കാൻ വാർഡ് തല ഗ്രാമഭവനുകൾ ആരംഭിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആര്യനാട് പഞ്ചായത്താണ്. സമ്പൂർണ്ണ COVID-19 സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് കോങ്ങാട്. അത് പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിവ കേരളം ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത്. ഓപ്ഷൻസ്: മൈലപ്ര, കാട്ടാക്കട, വെള്ളായണി. ഇവയൊന്നുമല്ല. എന്താണ് വിവാ കേരളം എന്ന് എല്ലാവർക്കും അറിയോ? അതായത് അനീമിയ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് വിവാ കേരളം. അതായത് വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് മൈലപ്രയാണ്. പത്തനംതിട്ട ജില്ലയിലാണ് ഈ പറയുന്ന പഞ്ചായത്ത് മൈലപ്ര എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിലെ ഇതും കൂടെ നമുക്കൊന്ന് നോക്കാം.
കാട്ടാക്കട എന്ന് പറയുന്ന പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണം, അതായത് IoT പഞ്ചായത്താണ്. ഓക്കെ, ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്താണ് കാട്ടാക്കട. അതുപോലെ തന്നെ വെള്ളായണി പഞ്ചായത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ആദ്യ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് വെള്ളായണിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 15ാം കേരള നിയമസഭയിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പി പ്രസാദ്, കെ കൃഷ്ണൻകുട്ടി, കെ രാജൻ ഇവരാരുമല്ല എന്നുള്ളതാണ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. ഓക്കെ, 15ാം കേരള നിയമസഭയിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യുന്നത് ഈ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള ഇവരാരുമല്ല എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. പിണറായി വിജയൻ ആണ്, മുഖ്യമന്ത്രിയാണ് നമ്മളുടെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിൽ വരുന്ന വകുപ്പുകളൊക്കെ ഒന്ന് നോക്കുക. ആഭ്യന്തരം, പൊതുഭരണം, അഖിലേന്ത്യാ സർവീസ്, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പ്, ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാരം, വിവരസാങ്കേതിക വിദ്യ, ദുരിതാശ്വാസം, വിമാനത്താവളങ്ങൾ, മെട്രോ റെയിൽ, വിജിലൻസ്, പ്രവാസികാര്യം മുതലായ വകുപ്പുകളൊക്കെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഓക്കെ, ഇനി ബാക്കി ഓപ്ഷൻസിൽ തന്നിട്ടുള്ള പി പ്രസാദ്, അദ്ദേഹത്തിന്റെ ഇതിൽ വരുന്നത് കൃഷി, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ കെ കൃഷ്ണൻകുട്ടി, അദ്ദേഹത്തിന്റെ ഇതിൽ വരുന്നത് വൈദ്യുതി, അനേർട്ട്, ഇത്രയുമാണ്. ഇനി കെ രാജൻ, അദ്ദേഹത്തിന്റെ ഇതിൽ വരുന്നത് ലാൻഡ് റവന്യൂ, അതായത് ഭൂനികുതി, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവന നിർമ്മാണം ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും എസ്പെഷ്യലി നമ്മളുടെ 15ാം കേരള നിയമസഭയാണെങ്കിലും ശരി, ലോക്സഭയുടെ ആണെങ്കിലും ശരി, ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിൻ്റെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണെന്നുള്ളതാണ്. ഓപ്ഷൻസ്: പ്രതിഭ റായ്, നീതു സി സുബ്രഹ്മണ്യൻ, സാറ ജോസഫ്, രാഖി ആർ ആചാരി. ഓക്കെ, ആൻസർ പ്രതിഭ റായ് ആണ് കേട്ടോ. പ്രതിഭ റായ് ആണ്, ഒഡിയ എഴുത്തുകാരിയാണ് കേട്ടോ അവർ. അതുപോലെ തന്നെ അവർക്ക് ജ്ഞാനപീഠം, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള നീതു സി സുബ്രഹ്മണ്യൻ ഉണ്ടല്ലോ, 2023 ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് നീതു സി സുബ്രഹ്മണ്യനും അതുപോലെ രാഖി ആർ ആചാരിക്കും കൂടിയാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ സാറ ജോസഫിന് ലഭിച്ചിട്ടുള്ള 2021 ബുധിനി എന്ന് പറയുന്ന കൃതിക്ക് സാറ ജോസഫിന് ലഭിച്ചിട്ടുണ്ട്. 51ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. ഓക്കെ, അത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓടക്കുഴൽ പുരസ്കാരം മാത്രം ഒന്ന് എടുത്തു പറഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യം, കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ സ്മരണാർത്ഥം സുഗതം എന്ന പേരിൽ സ്ത്രീ സൗഹൃദ പാർക്ക് നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: തൃശ്ശൂർ, കൊല്ലം, കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ വരുന്നത്. കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ സ്മരണാർത്ഥം സുഗതം എന്ന പേരിൽ സ്ത്രീ സൗഹൃദ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. മാത്രമല്ല, സുഗതകുമാരിയുടെ സ്മരണാർത്ഥം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാനത്ത് നിലവിൽ വന്ന QR കോഡ് അധിഷ്ഠിത ശലഭോദ്യാനത്തിന്റെ പേരും സുഗതം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്താണ് ഞാൻ പറയുന്നത്? സുഗതകുമാരിയുടെ സ്മരണാർത്ഥം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാനത്ത് നിലവിൽ വന്ന QR കോഡ് അധിഷ്ഠിത ശലഭോദ്യാനത്തിന്റെ പേരും സുഗതം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമസേനയുടെ സാങ്കേതിക സഹായത്തോടെ സംസ്ഥാന ടൂറിസം വകുപ്പ് നിർമ്മിച്ച എയർഫോഴ്സ് മ്യൂസിയം, എയർഫോഴ്സ് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഇന്ത്യൻ വ്യോമസേനയുടെ സാങ്കേതിക സഹായത്തോടെ സംസ്ഥാന ടൂറിസം വകുപ്പ് നിർമ്മിച്ച എയർഫോഴ്സ് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: ആക്കുളം, തൃപ്പൂണിത്തറ, വിഴിഞ്ഞം ഇവയൊന്നുമല്ല. ആൻസർ ആക്കുളമാണ് കേട്ടോ. ഓക്കെ, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ സമ്പൂർണ്ണ വനിതാ പാസ്പോർട്ട് സേവാ കേന്ദ്രം നിലവിൽ വന്നത് തൃപ്പൂണിത്തറയിലാണ്. ദെൻ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഞാൻ മുൻപത്തെ ഇതേപോലെ ഒരു ടെസ്റ്റ് സീരീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജ്യാന്തര തുറമുഖത്തെ കരയുമായി ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ആധുനിക ജിയോസെൽ റോഡ് നിലവിൽ വന്ന സ്ഥലമാണ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, അടുത്ത ചോദ്യം, കുസാറ്റിന് പിന്നാലെ ആർത്തവ അവധി അനുവദിച്ച സർവകലാശാല. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആദ്യമായിട്ട് ആർത്തവ അവധി അനുവദിച്ച സർവകലാശാല കുസാറ്റാണെന്ന്. അതിനുശേഷം ഏത് സർവകലാശാലയാണെന്നുള്ളത് ആരും അത്ര പെട്ടെന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അത് KTU സർവകലാശാലയാണ്. KTU എന്ന് ചിലപ്പോൾ നമുക്ക് തരില്ല, സാങ്കേതിക സർവകലാശാല എന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ തരിക. അങ്ങനെയാണെങ്കിൽ രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ചോദ്യം, മികച്ച ചിത്രത്തിനുള്ള 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ഏതാണ് എന്നുള്ളതാണ്. ആൻസർ ഞാൻ ഡയറക്റ്റ് പറയാം, ഓപ്പൻഹൈമർ എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ പറഞ്ഞിട്ടുള്ള പൂർ തിങ്സ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ കോമഡി വിഭാഗം എന്നുള്ളതിൽ മികച്ച ചിത്രമായതാണ് 81st ഗോൾഡൻ ഗ്ലോബ് 2024 അവാർഡ്സിൽ. ഓക്കെ, പിന്നെ ദി ഫേബിൾ മാൻസ് എന്ന് പറയുന്നത് 80th ഗോൾഡൻ ഗ്ലോബ് 2023 മികച്ച ചിത്രം ഡ്രാമ വിഭാഗത്തിൽ ലഭിച്ചതാണ് ദ ഫേബിൾ മാൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല, മികച്ച ചിത്രം എന്നുള്ളതിന് 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ച ഓപ്പൻഹൈമറിന്റെ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളൻ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിന് തന്നെയാണ് മികച്ച സംവിധാനത്തിനുള്ള ആ ഒരു പുരസ്കാരവും ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കൺസ്ട്രക്ഷൻ ഇന്നൊവേഷൻ ഹബ്ബ് നിലവിൽ വന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻസ്: കർണാടക, കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നുള്ളതാണ്. ആൻസർ കേരളമാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ഏതാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ഏതാണ്? സാഞ്ചി, മുംബൈ, കൊൽക്കത്ത ഇതൊന്നുമല്ല എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. സാഞ്ചിയാണ് കേട്ടോ, മധ്യപ്രദേശിലെ സാഞ്ചി. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ യൂട്യൂബ് വഴി തത്സമയ സംപ്രേഷണം നടത്തിയ ഹൈക്കോടതി ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ്: കേരള ഹൈക്കോടതി, ഗുജറാത്ത് ഹൈക്കോടതി, മഹാരാഷ്ട്ര ഹൈക്കോടതി ഇതൊന്നുമല്ല എന്നുള്ളതാണ്. ആൻസർ ഗുജറാത്ത് ഹൈക്കോടതിയാണ് കേട്ടോ.
അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് സിയാൽ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, മുംബൈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ആൻസർ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കേട്ടോ. അടുത്ത ചോദ്യം, NDRFിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് മുഹമ്മദ് റിഹാൻ, പീയൂഷ് ആനന്ദ്, സദാനന്ദ് വസന്ത് ദത്ത, AS രാജീവ്. ആൻസർ പീയൂഷ് ആനന്ദാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളുടെയൊക്കെ ഡയറക്ടർ ജനറൽ ആരാണ്, വകുപ്പ് മേധാവി ആരാണെന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് നടന്ന LDC ആണോ LGS ആണോ ഇതിലൊന്നിൽ ഞാൻ ചോദ്യം ഇതേപോലൊരു ചോദ്യം കണ്ടിരുന്നു. NDRF എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്നതാണ് NDRF. അതിൻ്റെ പുതിയ ഡയറക്ടർ ജനറലാണ് പീയൂഷ് ആനന്ദ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസിൽ തന്നിട്ടുള്ള ആൾക്കാരുടെയും കൂടെ ഒന്ന് മനസ്സിലാക്കുക. മുഹമ്മദ് റിഹാൻ, ഇദ്ദേഹമാണ് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി NISE നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജിയുടെ പുതിയ ഡയറക്ടർ ജനറൽ മുഹമ്മദ് റിഹാനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലെ NIA എന്നെല്ലാവരും കേൾക്കാറില്ലേ വാർത്തകളിലൊക്കെ, അതിൻ്റെ ഡയറക്ടർ ജനറലാണ് സദാനന്ദ് വസന്ത് ദത്ത, NIAയുടെ ആണ് കേട്ടോ. അതുപോലെ തന്നെ AS രാജീവ്, അദ്ദേഹം 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ വിജിലൻസ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റ മലയാളിയാണ് AS രാജീവ്. ഓക്കെ, വിജിലൻസ് കമ്മീഷനാണെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചില പുതിയ നിയമനങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, കാരണം അത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത്. ഇങ്ങനെ കുറച്ച് നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആരും വിട്ടുകളയരുത്. അത് അത്യാവശ്യം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അത്യാവശ്യം നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓരോ ദിവസവും ഇടുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടും എഴുതുന്നവർക്കാണെങ്കിൽ പിന്നീട് എഴുതാനുള്ളവർക്കാണെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആകും. കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഇതൊന്നും നിസ്സാരമാണ് അല്ലെങ്കിൽ ഇതൊക്കെ സിമ്പിൾ അല്ലെങ്കിൽ ചിന്തിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ടു ദി പോയിന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ലേറ്റസ്റ്റിൽ ഞാൻ കുറേ അധികം പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെ കൂടുതൽ സെലക്ട് ചെയ്ത് ഇട്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.